95% വൈകല്യമുള്ളൊരു മകളായിട്ടാണ്. സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച് ഡോക്ടേഴ്സൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ടെൻഷനിലായിരുന്നു. കുടുംബം മൊത്തം അങ്ങനെ ഒരു കുട്ടി നടക്കുകയില്ല, സംസാരിക്കുകയില്ല, എല്ല് പൊടിയുന്ന അസുഖം, നട്ടെല്ലിന് വളവ്, അങ്ങനത്തെ വിവിധ രോഗങ്ങൾ കൊണ്ട് ജനിച്ചൊരു കുട്ടിയാണ് അനീക്ക. ഈ എഴുത്തിൻ്റെ ആവേശം കൂടി എഴുത്തിലേക്കുള്ള. അങ്ങനെ പിന്നെ വയനാടിൻ നൊമ്പരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് ടി വിയിൽ ഇങ്ങനെ ഓരോരുത്തർ എഴുതുന്ന കവിതകൾ കണ്ടപ്പോൾ എനിക്കും തോന്നി വയനാടിൻ നൊമ്പരം. ഉറക്കം പോലും കാര്യമായിട്ടില്ലാത്ത, പേരിന് മയക്കുക പോലും ചെയ്യാത്ത അമീക്കയുടെ ഈ സാന്നിധ്യത്തിൽ ഒരു ഏകാന്തത ഒരിക്കലും കിട്ടാത്ത ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുള്ളതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൽ നിങ്ങൾക്ക് പറയാനുള്ള വിശദീകരണം? അപ്പൊ അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മകൾ തന്നെയാണ് ഇതിൽ പൂർണ്ണമായും 101 കവിതകൾക്കും ചിത്രം ഒരുക്കിയത് അമീകാറിന്റെ മൂത്ത മകളാണ്. പിന്നെ നിങ്ങളുടെ പിതാവ് KC അലവി മൗലവി, അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനം, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പണ്ഡിതനായിരുന്നു. കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ നിങ്ങളുടെ തൊട്ടടുത്ത മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്, അതിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ഈ സമയത്ത് ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ആകെ സങ്കടമുള്ള ഉമ്മയും ഉപ്പയും ഈ പ്രകാശന ചടങ്ങോ ഇങ്ങനെ ഒരു എഴുത്തുകാരിയായി മകൾ വളർന്നൊന്നും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 അതിഥികളാണ് റീകാസ്റ്റ് മീഡിയ ഹബിൽ നമ്മോടൊപ്പം ഉള്ളത്. മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിക്കടുത്ത് അമീക്കാസ് എന്ന വീട്ടിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് ഈയിടെ വർണ്ണശലഭങ്ങൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരത്തിലൂടെ മലയാളി സാഹിത്യ ലോകത്ത് തൻ്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിട്ടുള്ള പ്രതിഭ KC നജീബ ടീച്ചറും ടീച്ചറുടെ 2ാമത്തെ മകൾ അനീഖയുമാണ്. നജീബ ടീച്ചർ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡൻറ്റും മതപണ്ഡിതനും ഉജ്ജ്വല പ്രഭാഷകനും അതിലേറെ പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ അധ്യാപകനും റിസീവറും പ്രിൻസിപ്പളും എല്ലാമായി ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി മാറിയ KC അലവി മൗലവിയുടെ മകളാണ് നജീബ. ഈ ഒരു സവിശേഷമായ സാഹചര്യം നമുക്കറിയാം. നമ്മോടൊപ്പം നജീബ ടീച്ചറുടെ 2ാമത്തെ മകൾ അനീക്കയുണ്ട്. അനീക്ക ഇപ്പോൾ 14ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ജന്മനാ തന്നെ 95% പ്രയാസത്തോടെ സെറിബ്രൽ പാൾസി എന്ന രോഗത്തിന് അടിപ്പെടുകയും വളരെ പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപാട് ഇത്തരം പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ വീടുകൾ നമ്മൾ കാണാം. അവിടെ ഒരുപക്ഷെ തളർന്നുപോയ മാതാപിതാക്കൾ, തളർന്നുപോയ അവരുടെ കുടുംബങ്ങൾ, എല്ലാ അർത്ഥത്തിലും വളരെ ജീവിതം തന്നെ വഴിമുട്ടുന്ന പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇതൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നജീബ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലെ അധ്യാപികയാണ്. ആ ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് മകളെ പരിചരിക്കുക മാത്രമല്ല, ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വായനയും എഴുത്തും എങ്ങനെ അതിജീവനത്തിൻ്റെയും പരസ്പര സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരു കൊടുങ്കാറ്റ് കണക്കെ ഒരു ഉദാരമായ ഒരു മേഖലയിലേക്ക് വരാൻ കഴിയും എന്നതിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ടാണ്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തലുമായാണ് നജീബ ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നജീബയുമായ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. വർണ്ണശലഭങ്ങൾ എന്ന പേരിൽ 112 പേജുകളുള്ള അതിമനോഹരമായ 100 കുറും കവിതകൾ നഴ്സറി സ്കൂളുകളിലും ചെറിയ കുട്ടികൾക്കുമൊക്കെ ആർക്കും പെട്ടെന്ന് മനഃപ്പാഠമാക്കിക്കൊണ്ട് പാടിപ്പഠിപ്പിക്കാൻ പറ്റിയ രൂപത്തിലുള്ള കവിത എഴുതിക്കൊണ്ടാണ് നജീബ ഈ ഒരു പ്രായത്തിൽ തൻ്റെ സർഗ സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രമുഖ കവിയും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ചെറിയമുണ്ടം അബ്ദുറസാഖ് മൗലവിയാണ് ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. നജീബ തന്നെ പഠിച്ച, അതോടൊപ്പം നജീബയുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ PTA ഒക്കെ ചേർന്നാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രശസ്ത മജീഷ്യൻ ശ്രീ
മുതുകാട് സാറാണ് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുമായി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നജീബ നമ്മോടൊപ്പം ചേരുകയാണ്. റിക്കാസ്റ്റ് മീഡിയയിലേക്ക് KC നജീബ ടീച്ചറെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ 2012 മകൾ രണ്ടാമത്തെ മകളായി അനീക്ക ജനിച്ചു. അതിനുശേഷമാണ് സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു പരീക്ഷണമായി മകളുടെ ജനനം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നിങ്ങളും കുടുംബവും നേരിട്ടത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു വൈകാരിക തലം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുത്തിലേക്കൊക്കെ വരാം. ഓക്കെ. മകൾ ജനിച്ചത് 95% വൈകല്യമുള്ളൊരു മകളായിട്ടാണ്. സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച് ഡോക്ടേഴ്സൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ടെൻഷനിലായിരുന്നു. കുടുംബം മൊത്തം അങ്ങനെ ഒരു കുട്ടി നടക്കുകയില്ല, സംസാരിക്കുകയില്ല, എല്ല് പൊടിയുന്ന അസുഖം, നട്ടെല്ലിന് വളവ്, അങ്ങനത്തെ വിവിധ രോഗങ്ങൾ കൊണ്ട് ജനിച്ചൊരു കുട്ടിയാണ് അനീക്ക. അതിനുശേഷം ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി ജനിക്കണമെന്നാണ് ഏത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. അതുപോലെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ കുട്ടി ജനിച്ചപ്പോൾ 95% വൈകല്യത്തോടു കൂടിയുള്ള ജനനം അതിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് എൻ്റെ ജീവിതം തന്നെ ആകെ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്താകും എന്നുള്ള സ്ഥിതിയിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷേ മകൾക്ക് 7 വയസ്സാകുമ്പോൾ നല്ലൊരു മഴയുള്ള സമയത്ത് അവളെ മടിയിലിരുത്തിക്കൊണ്ട് മഴ വീണ കാലം എഴുതി. അത് മഴ വീണ കാലം എന്നുള്ള കവിത ഒരു 16 വരി എഴുതി വീട്ടിലുള്ളത് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത്. കാരണം പുറം ലോകത്തേക്ക് വിടാതെ മകൾക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നതിന് ശേഷം 10 വയസ്സായതിനു ശേഷമാണ് നേരിയ ചലനം പോലും ഉണ്ടായത്. അതിനുശേഷമാണ് ഞാൻ ഈ കവിത എൻ്റെ കൂടെ പഠിച്ച എഴുത്തുകാരനായ അബ്ദുസ്സലാം വാരണാക്കരയ്ക്ക് വിട്ടുകൊടുക്കുന്നത്. അതിനുശേഷമുള്ള പ്രോത്സാഹനമാണ് കൂടുതൽ എഴുത്തിലേക്കും വായനയിലേക്കൊക്കെ ഉള്ള ശ്രദ്ധ തിരിച്ചുവിട്ടത്. അപ്പോൾ ആ സമയത്തുള്ള ആ കവിത കൂട്ടുകാരൻ നിങ്ങളെ കൂടെ പഠിച്ച സലാം വാരണാക്കരയ്ക്ക് അയക്കുന്നു. അദ്ദേഹമാണ് നിങ്ങളിൽ എഴുത്തുകാരി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നീട് നിങ്ങൾ അധ്യാപന ജോലി ഒഴിവാക്കി, മകളെ പൂർണ്ണമായും സംരക്ഷിക്കാനും പരിചരിക്കുന്നതിന് വേണ്ടി ഒഴിവാക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ കവിതകൾ, ഈ ഒരു കവിത എഴുതിയതിന് ശേഷം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കവിതകൾ എഴുതണം എന്ന് തോന്നി. അത് എവിടെയാണ് ആദ്യം? വാട്സപ്പിലാണോ, എങ്ങനെ, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഈ കവിത നിങ്ങൾ ആദ്യം പുറത്തേക്ക് അറിയുന്നത് ആളുകൾ? ഈ കവിത പ്രതികരണം വന്നതോടുകൂടി ഈ എഴുത്തിൻ്റെ ആവേശം കൂടി എഴുത്തിലേക്കുള്ള. അങ്ങനെ പിന്നെ വയനാടിൻ നൊമ്പരം എന്ന് പറഞ്ഞ നമ്മളെ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് TV ഇങ്ങനെ ഓരോരുത്തർ എഴുതുന്ന കവിതകൾ കണ്ടപ്പോൾ എനിക്കും തോന്നി വയനാടിൻ നൊമ്പരം. അങ്ങനെ ഒരു കവിത 16 വരിയിൽ എഴുതി. പ്രണയത്തെക്കുറിച്ച് എഴുതണം തോന്നി, പ്രണയശലഭം, പൂമരം. പിന്നെ എൻ്റെ മകളെ കുറിച്ച് എഴുതിയ കവിതയാണ് ഏറ്റവും എന്നെ ആകർഷിച്ചത്. എൻ പൊന്നോമനയുടെ മൗന നൊമ്പരങ്ങൾ. ആ കവിതയാണ് ഇന്ന് ഇപ്പം ലോകം അറിയപ്പെടുന്ന കവിതയായിട്ട് മാറിയിരിക്കുന്നത്. ഈ കവിതകൾ എല്ലാം ഓരോരോ പ്രസിദ്ധീകരണത്തിലേക്ക് അയച്ചിരുന്നു. ഏതിലാ വന്നത്? ഒന്ന് ഒരേ ദൂരം ഒരേ പകൽ, കവിതാ സമാഹാരത്തിൽ. അതെ. പിന്നീട് മഴദൂരം. ഓക്കെ. സൂചിമുനത്തുമ്പ്. അങ്ങനെ 3 പ്രസിദ്ധീകരണം വന്നാണ്. പിന്നെ പ്രണയശലഭം വരാനിരിക്കുന്ന പുതിയ കവിത. ഓക്കെ. ഇതില് ഇപ്പം ഈ പറയുന്ന നിങ്ങൾ എഴുതിയ പല പേരുകൾ തന്നെ വ്യത്യസ്തമാണ്, നിങ്ങളെ പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ. അപ്പോൾ അതിലൊക്കെ ഇന്ന ആശയങ്ങൾ അതിങ്ങനെ സ്വാഭാവികമായി കടന്നു വരുന്നതാണോ? അതല്ല, എല്ലാ കവിതയിലും എനിക്കൊരു വേദനയുണ്ട് എൻ്റെ കുട്ടിനെ കുറിച്ച്. ഓക്കെ. ജീവിതത്തിൽ എടുത്ത് നോക്കിയാൽ അതിലൊരു വേദനയുണ്ട്. പ്രണയശലഭത്തിലുണ്ട്. പിന്നെ വയനാടിൻ നൊമ്പരം. അങ്ങനെ പല കവിതകൾ എടുത്തു നോക്കിയാലും എൻ്റെതായ ഒരു വേദനകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് പല വ്യക്തികളും എന്നോട് നേരിട്ട് സംസാരിച്ച് നജീബന്റെ കവിതകളിൽ നജീബന്റെ വേദനകളാണ് കവിതകളായി പുറത്തു വന്നത്. ഒക്കെ നജീബന്റെ വേദനകളാണ്. ചെറിയ കവിത ആയാലും 4 വരി കവിത ആയാലും അല്ലാതെ 16 വരിയിലും എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും. ഞാൻ ഇപ്പം നിങ്ങളുടെ ഈ വർണ്ണശലഭങ്ങൾ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, സാധാരണ ഞാനും ഒരു എഴുത്തുകാരനാണ്. ഒരു ലേഖനമായിരുന്നാലും കഥയായിരുന്നാലും അത് എഴുതാനുള്ള
അതിനുള്ള മുന്നൊരുക്കങ്ങളും അതിനുള്ള സമയം ചെലവഴിക്കലും പ്രയാസപ്പെടലൊക്കെ എനിക്കറിയാം. അതിൻ്റെ പേറ്റ് നോവ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഏറ്റവും ഏകാന്തമായിട്ട് എഴുതാൻ പലർക്കും കഴിയുള്ളൂ. എന്നാലും സ്വസ്ഥമായി മാറിയിരുന്ന് ആരുടെയും ബഹളമയമായ ശബ്ദങ്ങളില്ലാതെ പ്രകൃതി പോലും നിശബ്ദമായ, പലരും ഉറക്കമൊക്കെ ഒഴിഞ്ഞിരുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയാണ് ഈ എഴുത്തുകാരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഉറക്കം പോലും കാര്യമായിട്ടില്ലാത്ത, പേരിന് മയക്കുക പോലും ചെയ്യാത്ത അമീക്കയുടെ ഈ സാന്നിധ്യത്തിൽ ഒരു ഏകാന്തത ഒരിക്കലും കിട്ടാത്ത ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുള്ളതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു വിശദീകരണം? ഈ എഴുത്തിലേക്ക് വരുമ്പം തന്നെ ഞാൻ എഴുത്തുകാരെ സമീപിച്ചു ആദ്യം. ഓക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ചെറിയ കവിതകൾ എഴുതി തുടങ്ങിയാണ്, അപ്പോൾ ഇതൊന്ന് പ്രസിദ്ധീകരിക്കണം എന്നുണ്ട്. ഒരു 30 കവിത ആയിട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കണം. അതിന് അവതാരിക ചെറിയമുണ്ടം അബ്ദുറസാഖ് മുലൈനൊന്ന് CP രാധാകൃഷ്ണൻ എന്നെ അറിയിച്ചത്. ഇങ്ങനെയാണ് അബ്ദുറസാഖ് മുലൈ പറഞ്ഞത്, നജീബക്ക് പറ്റെങ്കിൽ 100 കവിത ആക്കാണ് നല്ലത്. നജീബക്ക് ഒരു പുസ്തകം ഇറക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ 100 കവിതയാണെന്ന്. അങ്ങനെ 100 കവിത ഞാൻ ഒപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കി അവർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു കവിതയും കൂടി ഇതിലേക്ക് വേണമെന്നാണ്. അങ്ങനെയാണ് 101 കവിത ആവുന്നത്. അങ്ങനെ സമാഹാരത്തിലേക്ക് ഇത് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു പുസ്തകം എന്ന ഒരു ആശയത്തിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ പറ്റി പഠിച്ചപ്പം പുസ്തകം വായിക്കുകയും അതുപോലെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വാർത്താമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് നിങ്ങളെക്കുറിച്ച് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒന്ന് പറയാമോ? എന്നെയും കുട്ടീനൊരു എൻ്റെ ഫ്രണ്ട് കാണാൻ വന്നു വീട്ടിൽ. ആ സമയത്താണ് LTQ മാസ്റ്ററിലേക്കുള്ള എൻ്റെ കടന്നുവരവ്. അപ്പൊ അവൾ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ സ്വാധീനിച്ച ഒരു ഖുർആൻ വചനം ഈ അവതരിപ്പിക്കണം. അതിനുള്ള സാഹചര്യമാണ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെയാണ് എന്നെ സ്വാധീനിച്ച ഖുർആൻ വചനം യൂട്യൂബിലൂടെ ഇറങ്ങുന്നത്. അതായത് LTQ പറഞ്ഞാൽ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ്. അവര് സംഘടിപ്പിച്ച ഒരു മത്സരം, അതായത് ഖുർആൻ വചനം നജീബ് അവതരിപ്പിച്ചിട്ട് അത് യൂട്യൂബിലൂടെ വരുന്ന ഞാൻ അറിയില്ലേന് ആദ്യം. പക്ഷെ ഇത് കുറേ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് യൂട്യൂബിലേക്ക് പോണത്. കുറേ നിരന്തരം നമ്മൾ പരിശ്രമിച്ചിന്, ഒരു മാസത്തോളം ഞാൻ പരിശ്രമിച്ചതിൻ്റെ ശേഷമാണിത് യൂട്യൂബിലേക്ക്, റിയാദിൽ നിന്ന് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ ഈ ആയത്തുകൾ ഇതിലുണ്ട്. അപ്പൊ അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നിശ്ചയമായും ക്ഷമാലുക്കളുടെ കൂടെയാണ്, അതുപോലെ നിശ്ചയമായും ഒരു പ്രയാസത്തിനൊപ്പം ഒരു എളുപ്പവും സന്തോഷവും എന്നുള്ള ആ ആയത്താണ് നിങ്ങൾ അവിടെ പറഞ്ഞതും. അത് തന്നെയാണ് ജീവിതത്തിലേക്കുള്ള ഒരു ഔഷധം, ഒരു എനർജി നമുക്ക് നൽകിയതും. അപ്പോൾ അത് കണ്ട് അഥവാ നിങ്ങൾ ഇത് അവർ ടെലികാസ്റ്റ് ചെയ്തല്ലോ, അപ്പോൾ അത് കണ്ടതിന് ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിങ്ങൾ എഴുതും ഈ മേഖലയിലേക്ക് വരാനുള്ള എന്തെങ്കിലും പ്രോത്സാഹനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് കണ്ടതിന് ശേഷം കുറെ ആളുകൾ എന്നെ വിളിച്ച് കരഞ്ഞ് സംസാരിച്ച് നിന്നത്. കാരണം നജീബന്റെ വാക്കുകൾ കേൾക്കാൻ പറ്റണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിനെ കുറിച്ചുള്ള എൻ്റെ വേദനകളാണ് ഞാൻ ഇതിൽ എന്നെ സ്വാധീനിച്ച ഖുർആൻ വചനത്തിലൂടെ പറഞ്ഞത്. അപ്പൊ അത് ആയിരക്കണക്കിന് ആളുകൾ കണ്ട് നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി എനിക്ക്. പിന്നീട് എഴുത്തിന്റെ മേഖലയ്ക്ക് കയറുകയാണ് ഞാൻ. അത് പിന്നെ എല്ലാ ലോകത്തുക്കും അറിയപ്പെടാൻ തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് പുറം ലോകം അറിയപ്പെടുന്നത് എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ, ഒരു ഫ്രണ്ട് അഷ്റഫ് ഖാ, സുപ്രഭാതം ബ്യൂറോ ചീഫ് മലപ്പുറം ഇവിടെ വരികയും എൻ്റെ വീട്ടിൽ അഷ്റഫ് കൊണ്ടോട്ടി ഇവിടെ വരികയും എന്നെയും മകളെയും സന്ദർശിച്ച്, അപ്പം മകളുടെ പാട്ടുകളുള്ള താളം കണ്ടുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ശേഷം ഇന്റർവ്യൂവിൽ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് എഴുത്തിനെ കുറിച്ച്, അങ്ങനെ അവരുടെ പ്രോത്സാഹനത്തിലൂടെയാണ് ഞാൻ വളരുന്നത്. ഈ പുസ്തകം ഇറക്കാനും പിന്നെ അധികം എഴുതിയൊരു സമാഹാരം ഇറക്കണം, അതുപോലെ വയനാടിനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ചിന്ത വരാൻ കാരണം ഇവരെ നല്ല പ്രോത്സാഹനമാണ് അവർ തന്നത്. അപ്പൊ അവരിലൂടെയാണ് ഞാൻ വളരുന്നത്. ആ പത്രത്തിലൂടെ ആദ്യം ഇറങ്ങിയ പത്രമാണ് സുപ്രഭാതം. അതിലാണ് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഫുൾ പേജ് കളറ് ചിത്രം നിങ്ങളെയും മോളെ സംബന്ധിച്ച് സംസാരിച്ച് അന്ന്. അപ്പൊ അതിന്റെ അവിടുന്ന് ഫോട്ടോസ് എടുത്ത് മകളെ ചിത്രത്തെ കുറിച്ച്. പിന്നെ ഈ വർണ്ണശലഭത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ എൻ്റെ മകള് ഒരു വലിയ ചിത്രകാരിയാണ്. മകൾ തന്നെയാണ് ഇതിൽ പൂർണ്ണമായും 101 കവിതകൾക്കും ചിത്രം ഒരുക്കിയത് അമീകാറിന്റെ മൂത്ത മകളാണ്.
അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ വർണ്ണശലഭം. ഓക്കെ, അപ്പോൾ വർണ്ണശലഭം പിന്നെ അവതാരിക ചെറിയമുണ്ട അബ്ദുറസാഖ് മൗലവി എഴുതുന്നു. അതിലുള്ള ഓരോ കവിതകൾക്കും മനോഹരമായ ചിത്രങ്ങൾ സ്വന്തം മകൾ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ അനീഖ വരക്കുന്നു. പിന്നെ അതിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ് അതിന് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അത് എങ്ങനെയാണ് സ്കൂൾ ഏറ്റെടുക്കുന്നത്? പ്രസിദ്ധീകരണം ഞാനിവിടെ ഒരു 101 കവിത എഴുതി റെഡിയാക്കിയ സ്കൂളായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം എൻ്റെ മകള്, ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ മകൾ അവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അനീക്ക. 95% ഭിന്നശേഷിക്കാരി അനീക്ക അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ രചനാ കുടുംബത്തിലെ രാധാകൃഷ്ണ സാർ എന്നെ പറഞ്ഞു സ്കൂളിൽ പോയി ഒന്ന് സംസാരിക്കുക, അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് പോസിറ്റീവായാലും നെഗറ്റീവായാലും നജീബ പറയണം. അങ്ങനെ അവരുടെ അടുത്ത് പോയപ്പോൾ നല്ല പ്രതികരണം എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞ പുസ്തകം ഒക്കെ റെഡിയാക്കി വെച്ചാൽ എനിക്ക് ഇറക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, മോളെ അസുഖം കാരണം ചികിത്സ അതൊക്കെ ഉള്ളത്. അപ്പം അവരെ ഏറ്റെടുത്ത് അത് നടത്തുകയാണ്. 1000 കോപ്പി അവർ അടിച്ചു. അതായത് സ്കൂളിന്റെ പേര് പുളിക്കൽ AM ഹൈസ്കൂൾ. നിങ്ങൾ പഠിച്ചപ്പോൾ മോള് അവിടെ വിദ്യാർത്ഥിനിയാണ് അല്ലേ? എന്നിട്ട് പിന്നെ അത് ഞാൻ മുതുകാൾ സാറാണ് ബന്ധപ്പെടുന്നത്. അതിന്റെ കാരണം വെച്ചാൽ എന്റെ പുസ്തകത്തിലേക്ക് ആശംസ അറിയിക്കാൻ എല്ലാരുടെ പേരും വന്നപ്പോ ഫസ്റ്റ് വന്ന പേര് മുതുകാൾ സാർ തന്നെ. അപ്പൊ സാറൊന്ന് ബന്ധപ്പെടുന്നത് നജീബ നേരിട്ടൊന്ന് വിളിക്കണം എന്നാണ്. അങ്ങനെ നേരിട്ട് വിളിക്കുകയാണ് ഞാൻ സാറെ. സാറെ വിളിച്ച് സാറ് ആശംസ തരാന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സാറെ വീണ്ടും വിളിക്കുകയാണ്. എൻ്റെ പ്രകാശന ചടങ്ങിന് വരണം എന്ന് പറഞ്ഞിട്ട്, പ്രകാശനം ചെയ്യണം, നിങ്ങൾ ഞങ്ങളെ ഭിന്നശേഷിക്കാർ അംബാസിഡറാണ്, പിന്നെ എൻ്റെ മകൾ ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥയിലാണ് കഴിയുന്നത്. അപ്പം എൻ്റെ 2 വാക്കുകളാണ് അവർക്ക് ഭയങ്കര നെഞ്ചിൽ തറച്ചു പോയത്. അതാണ്, ആ കാരണത്താലാണ് അവർ പ്രകാശനത്തിന് വരുന്നത്. അപ്പം ഇന്നിപ്പം ഞാൻ സാറ് അവിടുന്ന് ആ സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ, ഞാൻ ഈ TV-യിലൊക്കെ കണ്ട് ഉള്ള അതേ നമുക്കുള്ളൂ, നേരിട്ട് കൈ കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു അവസ്ഥയാണ് അത്. കാരണം ആ സാറെന്ന് കാണാൻ പറ്റുന്നൊന്നും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കും അങ്ങനെയൊന്ന് കരുതാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാമായി തീർന്നത് സ്കൂളിൽ വെച്ച് തന്നെ ആയിരുന്നു. പിന്നെ സ്ഥലം MLA ഹമീദ് മാഷ് തുടങ്ങിയ പ്രമുഖരൊക്കെ പങ്കെടുത്തു. അപ്പോൾ അതിന്റെ ഒരു വല്ലാത്തൊരു ഒരു പുസ്തകം സ്വന്തമായി പ്രസിദ്ധീകരിക്കുക, ഇറങ്ങുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാരണം, ഈ ഉമ്മ എഴുതിയ പുസ്തകമാണ് മകളെ ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ആ മകൾക്ക് അറിയില്ല, അനീക്കക്ക് അറിയില്ല ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് ഈ മകൾ അനീക്കക്ക് അറിയില്ല. പക്ഷെ അവളെ കൈ നിർത്തുമ്പോ അവള് ചുരുട്ടി പിടിക്കണം, അവൾക്കറിയില്ല ഇത് വാങ്ങാണ്. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അപ്പൊ മുതുകാട് സാർ പറഞ്ഞു ഒരിക്കലും കരയരുത്, നല്ലൊരു പിന്നെ അഭിമാന നിമിഷമാണ് നമ്മളിപ്പോ ഈ സ്റ്റേജിൽ നടക്കാൻ പോണത്. നജീബ കരയാണെങ്കിൽ ഇത് മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ എന്നോട് ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ മകൾക്ക് വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. ആ സമയത്ത് തന്നെയാണ് മകള് മുതുകാൾ സാറ് വരച്ചിട്ട് സാറിനത് കൊടുക്കണ, മനസ്സിന് ഭയങ്കര സന്തോഷം ഉളവാക്കുന്ന ഒരു നിമിഷമാണ് അത്. അതേതായാലും വല്ലാത്തൊരു വൈകാരിക മുഹൂർത്തമാണ്. നമുക്കറിയാം, അതിൻ്റെ പശ്ചാത്തലം അറിയുമ്പോൾ നമ്മളത് കേൾക്കുന്നവർക്കും നിങ്ങളെ കാണുന്നവർക്കൊക്കെ ഇത് അത് മനസ്സ് കണ്ണു നിറഞ്ഞ് ഓർക്കാനേ പറ്റുള്ളൂ. ഏതായിരുന്നാലും പുസ്തകം 1000 കോപ്പി അടിച്ച പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തുന്നു. 2ാമത്തെ എഡിഷൻ വീണ്ടും വരുന്നു. അതും കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ 3ാമത്തെ എഡിഷനിലേക്ക് അതോടൊപ്പം നമ്മളെ പ്രകാശന ചടങ്ങും കൂടി. ഫസ്റ്റ് പേജ് മറിക്കുമ്പോൾ തന്നെ നമ്മളെ പ്രകാശന ചടങ്ങാണ്. എന്റെ മകള് മുതുകാട് സാർ എടുത്തുന്നത് ഏറ്റുവാങ്ങുന്നത്. ഞങ്ങളെ കുടുംബവും മൊത്തമുള്ള ഒരു ഫോട്ടോസാണ് അതിൽ വരുന്നത്. ഓക്കെ, അത് സന്തോഷമാണ്. മറ്റൊന്ന്, പിന്നെ നിങ്ങളിങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് പിന്നെ ഇതിന്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പും അതോടൊപ്പം തന്നെ ഒരു അറബി പതിപ്പും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ ഒരു സ്റ്റേജ്? ഈ മലയാളം കോപ്പി ഇറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഇതിൻ്റെ ഇംഗ്ലീഷും അറബി ആരും എന്നെ നിർബന്ധിച്ചതല്ല, അതും കൂടി ഇറങ്ങിയിട്ട് 3 ഭാഷകൾ എനിക്ക് ഷാർജയിലെ ആ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കണം എന്നുള്ള, ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ. അങ്ങനെയാണ് ഞാൻ ഇവരെ ബന്ധപ്പെടുന്നത്. നമ്മളെ മദീനത്തിൻ്റെ ലെക്ചർ CK ഡോക്ടർ അബ്ദുൽ ബഷീറാണ് എൻ്റെത് പരിഭാഷപ്പെടുത്തുന്ന അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിലേക്ക് കഴിഞ്ഞ് പിന്നെ പ്രസ്സിലേക്ക് കൈമാറി PDF ഇംഗ്ലീഷ് ബേപ്പൂർ ഹൈസ്കൂളിലെ ഒരു പ്രിയാറിന ടീച്ചറാണ്. അതിന്റെ വർക്കുകൾ ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞാൽ കൈമാറും. അപ്പം ഇൻഷാ അല്ലാഹ് ഇതിന്റെ അറബി ഇംഗ്ലീഷ് പതിപ്പുകളും അതോടൊപ്പം 3ാമത്തെ പതിപ്പിന്റെ മലയാളത്തിലെ 3ാം പതിപ്പും ഇൻഷാ അല്ലാഹ് ഷാർജയിൽ അന്താരാഷ്ട്ര പുസ്തകങ്ങളിൽ പ്രകാശനം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പം വളരെ അതിൻ്റെ ഒക്കെ ആകത്തുകയും നമുക്ക് പറഞ്ഞാൽ, നിങ്ങൾ ഒരു
ഇത്രമാത്രം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മകളുടെ പിന്നെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ നൽകിക്കൊണ്ട് എഴുത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് വീടുകളുണ്ടല്ലോ ഇങ്ങനത്തെ പിന്നെ രോഗം ബാധിച്ച് പിന്നെ ഭിന്നശേഷിക്കാരായ ഒരുപാട് വീടുകൾ നമ്മുടെ അയൽപക്കങ്ങളിലും ജില്ലകളിലൊക്കെ ഉണ്ട്. അത്തരം ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭിന്നശേഷിക്കാരായ അമ്മമാരോട് പറയാനുള്ളത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ല, എന്നിട്ട് ഒരു മാതൃകയാകുക. നമ്മള് ആ സമൂഹത്തിൽ ഇറങ്ങി ചെന്നിട്ട് നമ്മളെ മക്കൾ ഇങ്ങനെയാണെന്നുള്ള ഇതിൽ നെഗറ്റീവായിട്ടൊന്നും കാണരുത്, പോസിറ്റീവായി ചിന്തിക്കുക. നെഗറ്റീവായി ചിന്തിച്ചാൽ ഫുള്ള് നെഗറ്റീവിലേക്കേ പോവുള്ളൂ. പോസിറ്റീവായി ചിന്തിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും അത് വലിയൊരു സന്ദേശമാണ്. കാരണം നമ്മളെ ചിന്തകൾ പോസിറ്റീവാകുക, അനുകൂലമാക്കുക എന്നുള്ളത്. മറ്റൊരു പിന്നെ ഈ സമയത്ത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യം, പിന്നെ നിങ്ങളുടെ പിതാവ് KC അലവി മൗലവി, അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനം, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പണ്ഡിതനായിരുന്നു. കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ നിങ്ങളുടെ തൊട്ടടുത്ത മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് അതിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ഇങ്ങനെ പ്രഭാഷകനായിരുന്നു. ഒരുപാട് കാലം ഞാൻ മനസ്സിലാക്കുന്നത് 3-4 പതിറ്റാണ്ട് കാലം ഇവിടെ പുളിക്കൽ ജുമാഅത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച ഖത്തീബായിരുന്നു. ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിന്ന, സമൂഹത്തിൽ നിറഞ്ഞു നിന്ന ഒരു പിന്നെ വലിയ മഹാപ്രതിഭയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരിക്കുന്നതെന്നാണ്. എന്നാലും ആ ഒരു 10 വയസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഓർമ്മകളിലുള്ള ചെറിയ കാര്യങ്ങളുണ്ടാവും. പിന്നീട് പല ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഉപ്പയുടെ അടുത്ത കൂട്ടുകാരിൽ നിന്ന്, വീട്ടിലെ തന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച നിങ്ങൾ വളരെയധികം സഹായിച്ച അബ്ദുറഹ്മാൻ ബ്രദർ, സഹോദരൻ അബ്ദുറഹ്മാൻ മാഷ്, മറ്റ് നിങ്ങളുടെ പിന്നെ പെങ്ങന്മാരൊക്കെ പറഞ്ഞ് കേട്ട ഒരു ഉപ്പ ഉണ്ടാവും. ആ ഉപ്പ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. ഉപ്പ സന്തോഷിക്കുന്ന ഒരു വലിയ മുഹൂർത്തമാണ്. കാരണം സ്വന്തം മകൾ ഒരു കേരളം അറിയപ്പെട്ട കേരളം എന്നല്ല, പുറത്തുള്ള മലയാളികൾ മൊത്തം അറിയപ്പെട്ട ഒരു സമയമാണ്. ഒരു പുസ്തകത്തിലൂടെ, അതും ഇത്രമാത്രം പ്രയാസങ്ങൾക്കിടയിൽ നിന്ന് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല ചളിക്കുണ്ടിൽ നിന്ന് വിടരുന്ന ഒരു വലിയ പിന്നെ പൂ പോലെ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന നിങ്ങളെ കാവ്യഭാഷ അങ്ങനെയാണ് കൂടുതൽ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഉപ്പ ഈ ഒരു വൈകാരിക മുഹൂർത്തത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഈ സമയത്ത് ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ആകെ സങ്കടമുള്ള ഉമ്മയും ഉപ്പയും ഈ പ്രകാശന ചടങ്ങോ ഇങ്ങനെ ഒരു എഴുത്തുകാരിയായി മകൾ വളർന്നു എന്നൊന്നും അറിയുന്നില്ല. അപ്പം അതിൻ്റെ പ്രയാസം നല്ലോണ്ട്. പിന്നെ ഇവളാണ് മകൾ ഏറ്റുവാങ്ങിയപ്പോഴും ഭയങ്കര പ്രയാസമായിരുന്നു അതെനിക്ക്. എൻ്റെ പുസ്തകം തന്നെ എൻ്റെ ഭിന്നശേഷിക്കാരിയായ മകളെ ഏറ്റുവാങ്ങുമ്പോൾ അപ്പം നമുക്കൊരു വൈകാരിക എന്തായാലും ഉണ്ടാവുമല്ലോ അവളെ കുറിച്ച് ഓർക്കുമ്പോൾ. ഓക്കെ, എന്തായാലും ഉപ്പയെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം. ഉപ്പയെ കുറിച്ച് അങ്ങനെ വലിയ ഓർമ്മകളൊന്നും വരുന്നില്ല. കാരണം ഉപ്പ മദീനത്തിനു വേണ്ടി ജീവിച്ച ഒരാളാണ്. ആ മദീനത്തിൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരും, പിന്നെ രാവിലെ വീണ്ടും പോവും, പിന്നെ എത്തിങ്ങാനേക്കും വേണ്ടി ഫണ്ടിന് ശേഖരിക്കാൻ പോവും. ഇപ്പൊ മദീനത്തായിട്ടുള്ള ഭയങ്കര ബന്ധം മദീനത്തായിട്ട്, വീട്ടിലെ കോളേജ് ഓർഫനേജ് എന്നുള്ള. അപ്പം വല്ലാതെ നമ്മക്കുണ്ട് ഉപ്പനെ കിട്ടാറില്ല. ഏതായിരുന്നാലും പിന്നെ ഉപ്പയെക്കുറിച്ചും ഈ ഒരു നിങ്ങളോടുള്ള റിക്വസ്റ്റാണ്. ഉപ്പയെ പോലത്തെ ഒരു വലിയ പണ്ഡിതനാണ്. അപ്പോൾ ഉപ്പയെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ എഴുത്ത് എന്താ പറയുക, നിങ്ങളെ കൈവശം വന്നു, ആ സിദ്ധി ശരിക്കും നിങ്ങളെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കവിതകളായും അതുപോലെ ഈ ഓർമ്മക്കുറിപ്പുകളൊക്കെ ആയിട്ട് ഉപ്പയെക്കുറിച്ചും നിങ്ങൾക്കൊരു പുസ്തകം ആലോചിക്കാവുന്നതാണ്. കാരണം ഉപ്പ നൽകിയ ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് നൽകിയ ഒരുപാട് മാതൃകാപരമായ സന്ദേശങ്ങളും ജീവിതത്തിലെ ഇടപെടലുകളും ഉണ്ട്. അപ്പോൾ ആ നിലക്ക് ഉപ്പയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ആർട്ടിക്കിളും അല്ലെങ്കിൽ ഒരു സ്മരണിക ഒക്കെ നിങ്ങളെ കുടുംബത്തിന് ആലോചിക്കാവുന്ന ഒരു മേഖലയാണ് അല്ലേ എന്ന് തോന്നുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആലോചിക്കുന്നുണ്ട്. അടുത്ത വർഷം ഇറക്കണം എന്നുള്ള തീരുമാനത്തിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതിലൊന്ന് എഴുതണം എന്നുണ്ട് ഉപ്പനെ കുറിച്ച്. അറിയുന്ന കാര്യങ്ങളൊന്നും എഴുതണം. ഉപ്പനെ കുറിച്ച് മക്കൾ എഴുതുമ്പോഴാണ് അത് കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കുക. അതെ അതെ അതെ. അപ്പോൾ മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഒരുപാട് ആളുകളെ കുറിച്ച് നിങ്ങളിപ്പം പേരെടുത്ത് തന്നെ പറഞ്ഞു, അല്ലാതെയും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണിത്. ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാ വീട്ടിലും ആളുകൾ വാട്സപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് വഴി നിങ്ങളുടെ ഈ കവിതകൾക്ക് പിന്നെ പ്രോത്സാഹനം നൽകുന്ന ആളുകളുണ്ടോ? ഗ്രൂപ്പ് ഇപ്പോൾ പല അക്ഷരക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ് പല കൂട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാണോ? അങ്ങനെയുള്ള സഹായങ്ങൾ മീൻസ് നിങ്ങളുടെ ഒരു കവിത എന്ന് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ പോരായ്മകളുണ്ടാവുമല്ലോ, പോരായ്മകളും അല്ല നല്ല വശമൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വായനാക്കൂട്ടം, ഒരു സർക്കിൾ, ഒരു ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? സഹൃദയ കുടുംബം. ഏതാണ്? രചന
രചന റസാഖ് മുലയുണ്ട്, അബ്ദുൾ റസാഖ് മുല, ആ ചെറിയ നേരത്തെ പറഞ്ഞ റസാഖ് മുല, അക്ഷരക്കുടി, അക്ഷരക്കൂട്ടം, കുടിൽ, കുടിൽ, അക്ഷരക്കുടിൽ. അത് ഇങ്ങനെ കവികളുടെ ആ കവികളുടെ ഒരു ഗ്രൂപ്പാണത്. ആ ഓക്കെ. അപ്പൊ എന്റെ കവിതനെ പറ്റി നല്ല നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. ആ ഈ പുസ്തകം ഇപ്പോ തിരുവനന്തപുരം, കോഴിക്കോട്, ഷൊർണൂര്, കണ്ണൂര് വിവിധ ഭാഗങ്ങളിൽ എത്തി തുടങ്ങി എന്റെ പുസ്തകം. കോഴിക്കോടുള്ള കൊച്ചിയിലുള്ള ആളുകളാണ് അത് പരസ്യം ചെയ്യാൻ ഇപ്പൊ ഒരുങ്ങിയത്. ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ, ആ ഗ്രൂപ്പിലുള്ള. അപ്പൊ അവരാണ് ഇപ്പൊ പരസ്യം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ വീഡിയോ അങ്ങോട്ട് ഇട്ട് തരാന്ന് പറഞ്ഞത്. എന്റെ കവിതകൾ വെച്ചിട്ടാണ് അവർ പരസ്യം ചെയ്യുന്നത്. ഓക്കെ, വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെ പറ്റി അഭിമാനത്തോടെ ഓർക്കാവുന്ന മറ്റൊരു കാര്യം, പിന്നെ ഈ തിരക്കിനിടയിലും നിങ്ങൾ വീട്ടിൻ്റെ പുറത്ത് കൃഷിപ്പണികളും പല കൃഷികളും ചെയ്യുന്നുണ്ടെന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഉപ്പയെക്കുറിച്ച് ഞാൻ ഒരു ലേഖനം എഴുതുന്നതിന് വേണ്ടി പഠിച്ചപ്പം ഉപ്പ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഉപ്പയുടെ ഉപ്പ, അതായത് നിങ്ങളെ വല്യുപ്പ വലിയ ആ നാട്ടിലെ ഒരു കർഷകനായിരുന്നു. പിന്നെ ഉപ്പയും അധ്യാപനം, മദീനത്തിലെ ജോലി കഴിഞ്ഞ് വന്ന വീട്ടിൽ കൃഷികൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലേക്ക് വന്നത്? നിങ്ങൾ കൃഷിയിലൂടെയാണ് വരുന്നത്. ആദ്യം കൃഷി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് ആദ്യം ഉള്ളത്. പിന്നെ മകളെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. എഴുത്തിലേക്കും കൃഷിയിലേക്കൊക്കെ ഇറങ്ങി. കുറേ സമയം കൃഷിയിലെ അവിടെ ചെലവഴിക്കും. കുറച്ച് സമയം മകളെ തിരിക്കാറുള്ളൂ. ബാക്കി സമയങ്ങളിൽ എഴുതും. ഒരു ഫ്രീ ടൈം കിട്ടിയ സമയം മൊത്തം എഴുതുന്ന ഒരു ജോലിയാണ് അത്. പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിൽ കരുതുന്ന അപ്പം ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ചിലപ്പോൾ രാത്രി 12 മണിക്കാവും ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുക. അപ്പോഴാവും അത് മുഴുവനാക്കുന്നത്. സിനിമ ഇറങ്ങി ആകാശം കടന്നുള്ള ആ സിനിമ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. കാരണം നമ്മൾ അമൽ ഇക്ബാലാണ് അത്. അതിന്റെ സംവിധാനം ആകാശം ആ സമയത്ത്. പിന്നെ അതിലെ നായകന് അമൽ ഇക്ബാലാണ്. അപ്പൊ അവൻ എനിക്ക് ഓരോ അതിന്റെ രംഗങ്ങൾ ഇട്ടുതരും എന്റെ വാട്സപ്പില്. അങ്ങനെ അത് കണ്ടപ്പോ ഞാൻ കരഞ്ഞു പോയിന്. കാരണം അവന്റെ ഉപ്പ അവനെടുത്ത് തോളിലേറ്റി എടുത്തുന്നതും ആ രംഗങ്ങളൊക്കെ ഉണ്ട് അതില് ചിത്രീകരിച്ചിരുന്നു ആ സിനിമാ മേഖല. അപ്പൊ എന്നെ വിളിച്ച് ചോദിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറ്റുമെന്ന്. അങ്ങനെ എനിക്ക് കുറിപ്പ് എഴുതാൻ സാധിച്ചു. കാരണം എന്നെ സ്വാധീനിച്ചത് അവന്റെ പിന്നെ വീൽ ചെയറിലിരുത്തം, എൻ്റെ മകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവനെടുത്ത് കെടുത്തുന്ന രംഗം, അതൊക്കെ എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ആ സിനിമ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അതിലാ ജീവിതം. അത് ശരിക്കും അദ്ദേഹത്തിന്റെ മകന്റെ അനുഭവം എനിക്ക് പറയാണ്ട്. അവർക്കൊരു മകനുണ്ട്. അതൊക്കെ മകന്റെ അതേ സംഭവം, ആളുടെ അനുഭവമാണ് അത് സിനിമയിൽ വന്നത് ആളെ വീട്ടിൽ. അതുകൊണ്ടാണ് അത്രയും ഒരു എന്താ പറയുക, യാതൊരു പിന്നെ നമുക്ക് പെട്ടെന്ന് വല്ലാണ്ട് സ്വാധീനിക്കുന്ന രൂപത്തിൽ അത് പകർത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ കൊണ്ടോട്ടിയിലെ ഒരു പിന്നെ ഡെപ്യൂട്ടി കളക്ടർ, ഡെപ്യൂട്ടി തഹസിൽദാർ രാജേഷ് സാറ് ഒരു നല്ല പ്രോത്സാഹനം എനിക്ക് എഴുത്തിന്റെ മേഖലയിൽ. ഇപ്പൊ ഇവിടുന്ന് മഞ്ചേരിക്ക് മാറിയാണ്. പക്ഷെ ഇപ്പോഴും നല്ല പ്രോത്സാഹനം എല്ലാ കാര്യത്തിലും. നജീബ തളരരുത്, എഴുത്തിന്റെ ഇതിൽ മുന്നോട്ട് പോകണോ, അങ്ങനെ വലിയ വലിയ മേഖലകൾ കീഴടക്കണോ. നജീബന്റെ ജീവിതം എന്ന് പറഞ്ഞത് കുട്ടീനെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അപ്പം ഭയങ്കര സങ്കടമായി കുട്ടീനെ കണ്ടപ്പോൾ. കൊണ്ടോട്ടിയിൽ ഞങ്ങൾ പോയിനി. നല്ല പ്രോത്സാഹനം അവര്. അതേപോലെ വലിയ വലിയ ആളുകൾ, വലിയ വലിയ എഴുത്തുകാരെല്ലാവരും പ്രോത്സാഹനം ഉണ്ട്. മോളെ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയമാണത്. 2 ഡോക്ടേഴ്സും, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഷാജി തോമസ് ജോൺ, അമൃത ഹോസ്പിറ്റലിലെ വിനയൻ സാറ്, അവരൊക്കെ നല്ല പ്രോത്സാഹനമാണ്. അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ഒരു സന്തോഷത്തിന്റെ. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മളെ പാലിയേറ്റീവ് പുളിക്കൽ പാലിയേറ്റീവ് ഇവിടെ ഏത് സമയത്ത് നമ്മൾ മകളെ ശുശ്രൂഷിക്കാൻ വിളിച്ചാലും ഇവിടെ എത്തും. ഇവിടെ എത്തി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. എഴുത്തിനെ പറ്റിയും കുട്ടിന്റെ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യും അവര്. അതൊന്നൊരു സന്തോഷം തന്നെയാണ്. നാട്ടിൽ നിന്നുള്ള നമ്മൾ വിളിച്ചാലുള്ള ആളുകൾ വരുന്നു. ഡോക്ടേഴ്സ് വീട്ടിലെത്തുമ്പോഴാണ് ഇങ്ങനത്തെ അമ്മമാർക്കൊരു സമാധാനം. ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, അവർക്കുള്ള അസുഖങ്ങളെ കുറിച്ച് അറിയുമ്പോഴും ഇപ്പം ഏകദേശം അസുഖങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. മെഡിസിൻ വിഭാഗവും ഒക്കെ. ഓക്കെ, സന്തോഷം. അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം, പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പറയണ്ടാവും. എന്നാൽ നമ്മൾ ഒരു സമയപരിധി കൊണ്ട് നമുക്ക് ചുരുക്കാം. പിന്നെ നമ്മുടെ മൂത്ത മകൾ അമീക്ക നല്ലൊരു പ്രതിഭയാണ്. അമീക്കയുടെ ചിത്രങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പത്രത്തിൽ വന്ന അഷ്റഫ് കൊണ്ടോട്ടി എഴുതിയ ലേഖനത്തിൽ കുറേ ചിത്രങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടേതും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ.
പിന്നെ ഇപ്പോൾ അടുത്ത് വരച്ച ചിത്രങ്ങൾ ഒന്ന് രണ്ടെണ്ണം എനിക്ക് അയച്ചു. നല്ല എന്താ പറഞ്ഞാൽ ഒരു നല്ല ഭാവിയുള്ള ഒരു ചിത്രകാരിയാണ്. അപ്പോൾ എന്താണ് അവർ മോള് ചെയ്യുന്നത് ഈ മേഖലയിൽ? ഇനി പുതിയ അവളുടെ കാഴ്ചപ്പാടുകളൊക്കെ എന്താണ് പറയാറുണ്ടോ? അവള് ചിത്രത്തിന്റെ മേഖല തന്നെയാണ്. ആ, ഇപ്പം എന്താ ചെയ്യുന്നത് ആള്? ട്രാവൽ ആൻഡ് ടൂറിസത്തിന് പഠിക്കാണ് അൽഹിന്ദില്, കോഴിക്കോട്. ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് ചെയ്യാണ് അല്ലേ? കോഴ്സ് ചെയ്യും. അപ്പോൾ അതിനിടയിൽ കിട്ടുന്ന സമയത്താണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ കവിത ഇപ്പോൾ നിങ്ങളെ എല്ലാ കവിതകൾക്കും അവൾ മനോഹരമായ ചിത്രം വരച്ചു. അപ്പം അതുപോലെ പിന്നെ അപ്പോൾ ഒരു കവിത വായിച്ച് അതിനനുയോജ്യമായ ചിത്രം വരക്കുക എന്നുള്ള മറ്റൊരു സർഗശേഷിയാണ്. അത് ഞാൻ എൻ്റെ പുസ്തകം എഴുതുന്ന സമയത്ത് എൻ്റെ മകളോട് സംസാരിച്ചിനി. ഞാൻ അങ്ങനെ ഒരു 101 കവിത എഴുതുന്നുണ്ട്, അതിലേക്കുള്ള ചിത്രങ്ങൾ ഒരുക്കണം, അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചിന് ആദ്യം കവിത തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കവിത എഴുതാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇതിലേക്ക് ചിത്രം വേണമെന്ന് പറഞ്ഞാൽ ചിത്രം വരക്കാത്തൊരു കുട്ടിയാണെങ്കിൽ എനിക്ക് സാധിക്കൂല, വേറെ ഒരാളെ ഏൽപ്പിക്കേണ്ട ഘട്ടം വരും. അപ്പൊ ഇവള് സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. അങ്ങനെ കവിത എഴുതിയൊരു 50 എണ്ണൊക്കെ ആയപ്പോൾ ഇവള് ചിത്രം വരക്കലാണ്. പക്ഷെ എന്റെ കവിതനെക്കാട്ടും സ്പീഡിൽ ഓളെ ചിത്രങ്ങളായി തുടങ്ങി. പിന്നെ എന്റെ കവിത ബാക്കോട്ട് വന്നു. കാരണം എൻ്റെ സാഹചര്യം കുട്ടീനെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കവിത എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷെ ഓൾക്ക് അവക്കും വരക്കാലോ എപ്പോഴും. അങ്ങനെ ഏകദേശം 80 എത്തിയപ്പോൾ ഞാൻ ഏകദേശം 80 ഓളെ കവിതയും എൻ്റെ കവിതയും ഓളെ ചിത്രങ്ങളുമായി. പിന്നെ ബാക്കിയുണ്ട് പൂർത്തീകരിച്ച് ആ ചിത്രത്തോടൊപ്പം തന്നെ കവിതയും പോയി. എന്തായാലും വളരെ സന്തോഷം. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ റീകാസ്റ്റിൻ്റെ ശ്രോതാക്കളോട് ഇത് ഒരുപാട് ലോക മലയാളികൾ മൊത്തം കാണുന്നൊരു ചാനലാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം നിങ്ങളുടെ ഒരു ജീവിതം തന്നെയാണ് ഇതിനു വേണ്ടി എഴുത്തിനും പിന്നെ അനീക്കയ്ക്കും വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. ഭർത്താവ് പൂർണ്ണ പിന്തുണയോടുകൂടി നിങ്ങളെ കൂടെ ഉണ്ട്. പിന്നെ ഒരു കുടുംബത്തിലെ എല്ലാ ഘടകവും ഒന്നിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ തോണി മുമ്പോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ചെറിയ, നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ചെറിയൊരു പിന്നെ പ്രയാസം വന്നാൽ നമ്മൾ പിന്നോട്ട് അടിക്കും. അതിന് പകരം നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഇത്രയും ഒരു ലോകമറിയുന്ന രൂപത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരുപാട് എഴുത്തുകാർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, വിമർശകർ വരും. ഏത് എഴുത്തുകാർക്കും വരുന്നത് വിമർശകരാണ്. പക്ഷെ നജീബ് ഇത് വിമർശകർ വന്നാൽ പിന്നോട്ടടിക്കരുത്, അത് മുന്നോട്ട് കുതിക്കുക. അവരൊക്കെ വിമർശിച്ചവരൊക്കെ തിരിച്ചു വരും. നജീബന്റെ കവിത കാണുമ്പോഴും നജീബന്റെ അനുഭവകഥ, ഇപ്പോൾ LTQയിൽ പ്രസിദ്ധീകരിച്ച അനുഭവകഥ ഉണ്ട്, അതിലൊരു ലേഖനുണ്ട്, അതിൽ മകളെ കുറിച്ച് എഴുതിയ കവിത. അതാണ് എല്ലാവരും ആകർഷിച്ചൊരു കവിത. അത് മകളും ഞാനും തമ്മിലുള്ള സംഭാഷണമാണ്. ആ ഒരു കവിത കൂടി നമുക്കൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് ആലപിക്കാം. മൗന നൊമ്പരങ്ങൾ. രചന നജീബ KC. തളരല്ലേ ഉമ്മ, തളരല്ലേ ഉമ്മ, തമ്പുരാനില്ലേ നമുക്കിന്നു താങ്ങായി, തളച്ചിട്ടു ഞാനൻ ചാര നിന്നെ, താരാട്ടി നീയും സഹിച്ചു പലതും, തേങ്ങും മനമോടുറങ്ങാതിരുന്നു നീ, മനഃശക്തി നൽകി നാഥൻ കനിഞ്ഞു, ദുഃഖാർദ്രമാം നിൻ ജീവിത വീതിയെ ദൂരെയെറിഞ്ഞു റബ്ബിൻ കടാശം, ഇന്നെനിക്കാശ്വാസമാണെൻ്റെയുമ്മ, ഇരുലോകനാഥൻ്റെ കാരുണ്യഹസ്തം, കണ്ണീർ പൊഴിച്ചെൻ്റെ ചാരയിരുന്നു, കണ്ടെൻ്റെയുള്ളം നീറിപ്പുകഞ്ഞു, നോക്കി കണ്ടു കിടക്കുവാനല്ലാതെ കഴിവില്ലെനിക്കാശ്വാസമേകാൻ, ഒന്നും ഉരിയാടാനാവില്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളം അറിഞ്ഞു ഞാനെല്ലാം, സന്തോഷത്തോടെ കാത്തിരിക്കാമെന്നും സ്വർഗ കവാടം തുറക്കും നമുക്കായി, പാറിപ്പറക്കാം റബ്ബിൻ പൂവാടിയിൽ, പാപങ്ങളെല്ലാം കഴുകാനായി തേടാം. വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ്. ഓരോ വരികളും കണ്ണീരിൻ്റെ ഉപ്പ് പുരണ്ട വരികളാണ് അതിലുള്ള അക്ഷരങ്ങൾ ഓരോന്നും. തീർച്ചയായും അത് നമുക്കറിയാം. നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നജീബയുടെ കുടുംബത്തിൻ്റെ ജീവിത പരിസരവും ചുറ്റുപാടുകളും ആ നിലയിലാണ്. അതെല്ലാം എല്ലാ പ്രയാസങ്ങളും മറികടന്നുകൊണ്ട് അവർ ഈ ഒരു മനക്കരുത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് സഹായമായി. ഈ ഒരു ഒരുപാട് പേരുകൾ അവർ പറഞ്ഞു, അവരൊക്കെ
പല ഘട്ടങ്ങളിൽ ഈ ഒരു ജീവിത സബരിയുടെ പ്രത്യേകിച്ച് നജീബയുടെ സർഗ സാഹിത്യത്തെ പരിപോഷിക്കുന്നതിന് വേണ്ടി ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സഹായിച്ച ആളുകളാണ്. പ്രത്യേകിച്ചും ഭർത്താവ് പി വി ജലാലുദ്ദീൻ പൂർണ്ണസമയവും ഈ ഒരു അവരുടെ പ്രവർത്തനങ്ങളോടും ഈ ഒരു ജീവിത സാഹചര്യങ്ങളോടും എല്ലാ നിലക്കും സഹായിച്ചുകൊണ്ടും മുന്നേറിക്കൊണ്ടും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ പുസ്തകം ഒരുപാട് ആളുകളിലേക്ക് എത്തണം. അപ്പോൾ 2 ഭാഷകളിൽ കൂടി വരുന്നുണ്ട്. മലയാളികളായ നമ്മൾ ഇത് തീർച്ചയായിട്ടും 150 രൂപയാണ് ഇതിൻ്റെ വില. നിങ്ങളിത് വാങ്ങി, പണം നൽകി തന്നെ വാങ്ങി വായിച്ചുകൊണ്ട് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ പുരോഗതിയുടെ ഒരു നല്ല നാളുകൾക്കുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി തീരാൻ. സാധാരണ നമ്മൾ പറയാനുള്ളത് പോലെ പലതുള്ളി പെരുവെള്ളം എന്ന ഒരു പ്രയോഗം സാക്ഷാത്കരിക്കാനുള്ള യത്നത്തിൽ നിങ്ങളും കൂടി പങ്കാളികളാകണം എന്ന് ഈ സമയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു അഭിമുഖം അവസാനിക്കുന്നതിന് മുമ്പായി നമ്മുടെ കവയത്രി നജീബക്ക് പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് നമ്മുടെ ശ്രോതാക്കളോട് അവസാനമായി പറയാനുള്ളത്? ടീച്ചർക്ക് പറയാം. ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുക. ശാശ്വതമായ കൈകളിലാണ് സർവശക്തനായ അള്ളാഹു ഇങ്ങനെയുള്ള കുട്ടികളെ തരുന്നത്. അതെ, അവരുടെ എല്ലാ പ്രയാസങ്ങളും ക്ഷമയോടെ നോക്കിക്കണ്ട് ആ ജീവിതം മുന്നോട്ട് കുതിക്കുക. ആദ്യമൊക്കെ പരാജയമാണെങ്കിലും പിന്നീടാണ് വിജയത്തിലേക്ക് കടക്കുക. തവക്കൽതു അലല്ലാഹ്. സന്തോഷം, വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഇവിടെ വന്നപ്പം മുതൽ ഇവരുടെ കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനക്കരുത്ത് കിട്ടുകയാണ്. ഇവർ ഇത്രമാത്രം മനക്കരുത്ത് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള മനക്കരുത്ത് ഈ നജീബയുടെ ജീവിതം അറിയുന്ന ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായും അവരുടെ എഴുത്തിനെയും അവരുടെ മറ്റു കാര്യങ്ങളിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിച്ച, പ്രത്യേകിച്ച് സുഖമില്ലാതിരുന്ന മകൾ, കൂടുതലൊന്നും നമുക്ക് പറയാൻ വാക്കുകളില്ല, അത്രമാത്രം നമ്മളോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. അനീക്ക, അതുപോലെ അനീക്കയോടും നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന മഹാപണ്ഡിതൻ KC അലവി മൗലവിയുടെ മകൾ KC നജീബ ടീച്ചറുടെ ഈ ഒരു ദൗത്യം തുടർന്നും വിജ്ഞാന അക്ഷര ലോകത്ത് കൂടുതൽ നന്മകൾ വാരി വിതറാനും മുന്നേറാനും അവർക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.